ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ക്രൈസ്തവ സഭ പെസഹ പെരുന്നാൾ കൊണ്ടാടുകയാണ്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം പുണ്യദിനമാണ് പെസഹ പെരുന്നാൾ. ഭൂതകാല സ്മരണകൾ മനസ്സിൽ വിടർന്നു നിൽക്കുന്ന സമയം. യാതനകൾ നിറഞ്ഞ മിസ്രൈമിയ അടിമത്തത്തിൽ നിന്നും ഇസ്രായേലർ വിമോചനം പ്രാപിച്ചതിൻ്റെ സ്മരണകളാണ് അന്ന് പുതുക്കുന്നത്. യഥാർത്ഥത്തിൽ വന്ന വഴികളും കടന്നുപോയ നിമിഷങ്ങളും ഒരിക്കൽ കൂടി അയവിറക്കുന്ന ദിനം. ചരിത്രത്തിന് പുതിയ അധ്യായവും കുറിച്ചുകൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരോടൊന്നിച്ച് ആചരിച്ച പെസഹായുടെ ദിവ്യ അനുസ്മരണം സെഹിയോൻ മാളികയിൽ വെച്ച് തന്നെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് യേശു തമ്പുരാൻ പുതിയ നിയമ പെസഹായ്ക്ക് രൂപം നൽകി. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിപ്പീൻ എന്ന കൽപ്പന അവർക്ക് നൽകി. യഹൂദ പാരമ്പര്യം അനുസരിച്ച് കുഞ്ഞാടിനെയാണ് ബലിയർപ്പിച്ചിരുന്നത്. ആ പഴയ പെസഹായുടെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ബലിയർപ്പിക്കുന്ന യേശു തമ്പുരാൻ സ്നേഹമെന്ന അടിസ്ഥാനത്തിലാണ് പുതിയ പെസഹായ്ക്ക് രൂപം നൽകിയത്. പിറന്നു വീഴുവാൻ കാലിത്തൊഴുത്ത് കടം വാങ്ങിയ പ്രപഞ്ചേശ്വരൻ ഈ വലിയ പെരുന്നാളിന് പ്രത്യേകം തിരഞ്ഞെടുത്തത് മർക്കോസിൻ്റെ മാളികയാണ്. ഏറെ ഒരുക്കത്തോടുകൂടി കാത്തിരുന്ന നാളും നാഴികയുമാണ് ഈ പെസഹ എന്ന കർത്താവ് സ്വയം സാക്ഷിക്കുന്നുണ്ട്. ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം, വാങ്ങി ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുവീനെന്ന് കൽപ്പിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർക്ക് പവിത്രമായ ഈ പെരുന്നാൾ ചടങ്ങിൽ അപ്പവീനുകളെ സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി വരമേൽപ്പിക്കുന്നു. ദൈവിക ജീവനായി പരിണമിച്ച കർത്താവായ യേശുമിശിഹായുടെ തിരുശരീര രക്തങ്ങളാണ് സമൃദ്ധിയായ ജീവന് വേണ്ടി നമുക്ക് നീട്ടപ്പെട്ടിരിക്കുന്നത്. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ നാം ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ജീവൻ പുതിയ ജീവനാകുന്നു. ദൈവികരായി മനുഷ്യരെ ഉയർത്തുവാനുള്ള മനുഷ്യാവതാര ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനമാണ് വിശുദ്ധ കുർബാനയിലുള്ള സംബന്ധം. നമ്മുടെ കർത്താവ് വിശുദ്ധ കുർബാനയാകുവാൻ തക്കവണ്ണം തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച വേദനയോളം മറ്റൊരിക്കലും അവൻ അനുഭവിച്ചിട്ടില്ല. വിശുദ്ധ കുർബാന നമുക്കൊരനുഭവമായി മാറുവാൻ സംഗതിയാകണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.